ദളിതർക്ക് അടിസ്ഥാന വേതനം ഉറപ്പാക്കുന്ന ന്യായ പദ്ധതി സ്ത്രീ കേന്ദ്രീകൃതമായിരിക്കുമെന്ന് കോൺഗ്രസ്. പണം കുടുംബനാഥയുടെ അക്കൗണ്ടിലായിരിക്കും നൽകുക. പദ്ധതി മൂലം സർക്കാരിന് പ്രതിവർഷം 3.5 ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കോൺഗ്രസ് പ്രഖ്യാപിച്ച ന്യായ് പദ്ധതിയുടെ പ്രായോഗികത സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നതിനിടെയാണ് വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. ദരിദ്രർക്ക് താൽക്കാലിക സഹായം നൽകുന്ന പദ്ധതിയല്ല ന്യായ്. സാമ്പത്തികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന 20% കുടുംബങ്ങൾക്ക് എല്ലാ വർഷവും 72,000 രൂപ ഉറപ്പാക്കും. ന്യായ് പദ്ധതി കൊണ്ടുവരുന്നതുകൊണ്ട് മറ്റൊരു കേന്ദ്ര പദ്ധതിയും റദ്ദാക്കില്ല. നിലവിലെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കില്ല. പണം കുടുംബനാഥയുടെ അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുക. मैं फिर दोहराता हूं, ये टॉपअप स्कीम नहीं है. हर परिवार को 72,000 रुपया मिलेगा. 5 करोड़ परिवार, 25 करोड़ लोग. तीसरा, ये स्कीम विमेन सेंट्रिक है. ये 72,000 रुपया घर की गृहिणी के खाते में कांग्रेस पार्टी जमा करवाएगी. നിലവിലെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാതെ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിശദീകരണം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയേക്കാൾ 6 മടങ്ങ് വിഹിതം പദ്ധതിക്ക് വേണം. പ്രതിവർഷം 3.6 ലക്ഷം കോടി രൂപ പദ്ധതിക്ക് ചെലവ് വരുമെന്നാണ് വിലയിരുത്തൽ. വോട്ടർമാരെ പറ്റിക്കാൻ ദാരിദ്ര്യം പ്രചാരണ വിഷയമാക്കുന്ന കോൺഗ്രസിന്റെ പതിവ് രീതി മാത്രമാണ് ഇതെന്നാണ് BJPയുടെ വിമർശനം. ന്യൂസ് 18 ഡൽഹി.